പൂട്ടിക്കും. പോലീസ് സ്റ്റേഷൻ ഞാൻ പൂട്ടിക്കും. അല്ല, ഉത്തമൻ അവിടെ ഇല്ലെങ്കിൽ സ്റ്റേഷൻ താനേ പൂട്ടിക്കോളും. അതിനു മുമ്പ് എന്റെ ഓഫീസ് പൂട്ടല്ലോ മോനെ. രണ്ടാമത്തെ ദിവസമായി നിരാഹാരം. ചാവട്ടെ, ഇവിടെ കിടന്ന് ചാവട്ടെ. പക്ഷെ ഒരു കത്ത് ഞാൻ എഴുതി വെക്കും. എന്റെ മരണത്തിന് പരിപൂർണ ഉത്തരവാദി SI ജയരാജൻ എന്ന കാക്കിക്കുള്ളിലെ കാട്ടാളൻ മാത്രമാകുന്നു എന്ന് മരിച്ചുപോയ സ്വന്തം ഉത്തമൻ. ഓരോ തെളിവുകള് നാളെ കാലത്ത് പത്രത്തിൽ വാർത്ത വരും. അവന്റെ പേരിൽ കേസെടുക്കും. എന്റെ പണി പോയ പോലെ തന്നെ അവന്റെ പണിയും പോകും. എന്നിട്ട് തൊപ്പി തിരിച്ച് തലയിൽ വെക്കാൻ വേണ്ടി അവൻ തേരാപ്പാര അലഞ്ഞു തിരിഞ്ഞ് നട്ടം തിരിയുന്ന എനിക്ക് എന്റെ കണ്ണുകൊണ്ട് കാണണം. നീ ചത്തതിന് ശേഷോ? അതെ, ചത്തതിന് ശേഷം. ഈ താടിയടക്കം കത്തിക്കും ഞാൻ. എനിക്ക് കാണാൻ പറ്റില്ലെങ്കിലും നിങ്ങൾക്ക് കാണാമല്ലോ. ഒരു SI പിന്നെ പോലീസ് കണ്ടുപിടിച്ച ഇയാളാണല്ലോ. എനിക്കറിയാൻ മേലാണ്ട് ചോദിക്ക. അയാൾ ഈ കാക്കിക്കുപ്പായി ഊരി വെച്ചിട്ട് ചന്തയിലോട്ട് ഇറങ്ങട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. പറയാം. എവിടെ കയറാൻ? ഇത് പോലീസ് ജീപ്പാ. ഇതിനകത്ത് 2 കൂട്ടരെ കാണൂ, പോലീസുകാർ അല്ലെങ്കിൽ ക്രിമിനൽസ്. പിന്നെന്തിനാ ഞാനകത്ത് കയറുന്നത്? കാക്കിക്കുപ്പായ അഴിച്ചു വെച്ച് ഈ അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ നീ എന്നെ അങ്ങോട്ട് ഒലത്തിക്കളയെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അത്രയ്ക്ക് ധൈര്യം ഉണ്ടോടാ നിനക്ക്? സാറിന് വലിയ ധൈര്യമാണല്ലോ. അതുപോലെ കുറച്ചൊക്കെ ധൈര്യം എനിക്കുണ്ട്. ചെറുപ്പം മുതലേ നല്ല ധൈര്യമുള്ള പോലീസുകാരോട് ജീവിച്ചവനാ ഞാൻ. പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന SI രാമകൃഷ്ണൻ സാറിന് അറിയോ? ഇപ്പം മൂത്ത് DYSPയാ. ഞാനൊന്ന് പറഞ്ഞു കൊടുത്താണ്ടല്ലോ ജോലി പോയി. ഞാൻ ഇവിടുത്തെ സബ് ഇൻസ്പെക്ടറാണ്. അറിയാം. അതുകൊണ്ടാണ് എന്നെ ഇവിടെ നിന്ന് പിടിച്ച് പുറത്താക്കിയത്. എനിക്ക് വീട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ ഈ പ്രോപ്പർട്ടീസ് കൊണ്ട് എങ്ങോട്ട് പോകും? എടാ, ഈ അങ്ങാടിയിലെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നീ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എനിക്ക് നാണക്കേടാ. അതിലും വലിയ നാണക്കേട്. പതിയെ അതിലും വലിയ നാണക്കേട് അങ്ങാടിയിൽ ഇപ്പൊ ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുക. കാരണം എനിക്ക് വീട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. ഇപ്പോ ഞാൻ പറയുന്നത് കേട്ട് നീ ജീപ്പിലേക്ക് കയറ്. വലിയ ആൾക്കാരെ നാണം കെടുത്തണം എന്നുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. അപ്പൊ കേറാം. പക്ഷെ കാര്യം എന്താന്ന് പറയണം. പറയണം. വീരടുക്ക, എന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് നോക്കിക്കൊള്ളേ. ഞാൻ ഈ വീട് ഷിഫ്റ്റിങ്ങിന് ഒരു തിരക്കിലായിരിക്കും. വണ്ടി കയറാം. ഇങ്ങോട്ട് ഇറങ്ങണം. അങ്ങയുടെ തൃപ്പാദങ്ങൾ ഈ മുറ്റത്തൊന്ന് ചവിട്ടാൻ അടിയൻ എന്തൊക്കെ ഒരുക്കങ്ങളാണാവോ ചെയ്യേണ്ടത്? ഇങ്ങോട്ട് ഇറങ്ങടാ. ഇറങ്ങാൻ വരണം. ദാ അമ്മയുടെ സ്വാമി ഉണ്ണാവൃത തിരുവടികൾ. നിനക്കിതെന്താ ജയ? ഒരാളെ വീട്ടിലേക്ക് വിളിച്ചു കൂട്ടിക്കൊണ്ട് വന്നിട്ട്. അമ്മയല്ലേ പറഞ്ഞത് ഇവൻ ആരുമില്ല, പാവമാണ്, മുന്തിയ ചരക്കാണെന്നൊക്കെ. അങ്ങാടിയിൽ ഇവൻ എന്നോട് കാണിച്ചതൊന്നും അമ്മ കണ്ടില്ലല്ലോ. വെച്ചിട്ടുണ്ടടാ നിനക്ക് ഞാൻ. തീർന്നില്ലേ കുഞ്ഞെ നിങ്ങൾ തമ്മിലുള്ള വിരോധം? ഈ നിലയ്ക്ക് പോയാൽ അത് നല്ല രീതിയിൽ തീരുന്ന എനിക്ക് തോന്നണില്ല. എന്താടാ? ഒന്നുമില്ല. തന്റെ മീശ ഇങ്ങനെ മേലേക്ക് നിൽക്കുള്ളൂ? താഴേക്ക് നിൽക്കും. എങ്ങനെയാ അത് കാണട്ടെ? ഇത്രയല്ലേ വേണ്ടു? തന്റെ യൂണിഫോം എന്തിയെ? ആ കാക്കി കളസവും പോലീസുകാരന്റെ തൂഷും. അത് സ്റ്റേഷനിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയപ്പോ ഞാൻ അഴിച്ചു വെച്ചു. അകത്തേക്ക് വരണം. വാടാ. സാധാരണ നിലയിൽ താൻ എത്ര ദിവസം വരെ നിരാഹാരം കിടക്കും? എന്നെ ഇന്നേ വരെ അവിടെ നിന്ന് ആരും പിടിച്ച് പുറത്താക്കിയിട്ടില്ല. അതുകൊണ്ട് ഇതുവരെ വേണ്ടി വന്നിട്ടില്ല. അങ്ങനെ വേണ്ടി വന്നാലോ? മരണം വരെ കിടക്കും. അന്നം മുമ്പിൽ വെച്ചിട്ട് ഇമാതിരി വർത്താനം പറയാതെ രണ്ടാളും. അമ്മ വിളമ്പിക്കോ, അവൻ കഴിക്കും. എനിക്ക് വേണ്ട. കൺമുമ്പിലില്ലെങ്കിലും കണ്ടോർമ്മയില്ലെങ്കിലും മനസ്സിലൊരു അമ്മയുണ്ട്. ആ അമ്മയെ പിടിച്ച് സത്യം ചെയ്താൽ ഞാൻ തെറ്റിക്കാറില്ല. എനിക്ക് വേണ്ട. ഉത്തമ പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇത്രയും കാലം ഞാൻ ജീവിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് എന്നെ പിടിച്ച് പുറത്താക്കി. എന്റെ കഞ്ഞിയൂടി മുട്ടിച്ചു. നാട്ടുകാരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തി. എന്നിട്ടും വേണ്ടാത്ത ചോറ് എന്നെ കൊണ്ട് തല്ലി അനുസരിപ്പിച്ച് കഴിപ്പിക്കാനാണെങ്കിലേ അത് കൊലച്ചോറാ. എനിക്ക് വേണ്ട. വിളിച്ചപ്പോ വന്നത് എന്റെ മര്യാദ. മനസ്സ് വേദനിപ്പിക്കാതെ പറഞ്ഞയക്കേണ്ടതേ നിങ്ങളുടെ മര്യാദയാ. മോനെ, നീ പറഞ്ഞില്ലേ കൺമുന്നിലില്ലെങ്കിലും കണ്ടോർമ്മയില്ലെങ്കിലും മനസ്സിലൊരമ്മയുണ്ടെന്ന്. ഞാനൊരമ്മയാണ്. അമ്മ പറഞ്ഞ മക്കള് കേക്കണം. വാ മോനെ. നിന്റെ പോലീസ് കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അതിലോട്ട് ഇടപെടുന്നുമില്ല. ഇതിനെ നീ കൈയൊഴിയരുത്. പിന്നെ എന്തുദ്ദേശത്തില അമ്മേ ഞാൻ ഇവനെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നത്? പക്ഷെ ഇനി അവിടെ വന്ന് പോലീസ് കളിക്കോ? നല്ല കുട്ടിയായിട്ട് ഇവൻ അവിടൊക്കെ നിന്നോളൂ. ഇല്ലേ കണ്ണാ? കണ്ണനോ? നിനക്ക് തോന്നിയോ? അവൻ കൊണ്ടുവന്നില്ലേ സാക്ഷാൽ കണ്ണനെ? എനിക്ക് ഇവനെ ഇങ്ങനെ വിളിക്കാൻ തോന്നി. പാവം, പട്ടിണി കിടന്നു. പട്ടിണി ഒരുപാട് കിടന്നിട്ടുണ്ട്. സാധാരണ കുട്ടികള് സ്കൂളിൽ നിന്ന് ഒളിച്ചോടി പോവാന്ന് കേട്ടിട്ടില്ലേ? ഞാൻ ചെറുപ്പത്തില് അങ്ങാടിന്ന് ഒളിച്ചോടി അനാഥാലയത്തിൽ പോയി ചേർന്നിട്ടുണ്ട്. പഠിക്കാനുള്ള ആശ കൊണ്ട് പോലീസ് ആവാനേ.
അവിടുത്തെ സ്ഥിതിയൊക്കെ കഷ്ടം തന്നെയായിരുന്നു. പട്ടിണി എന്ന് പറഞ്ഞാൽ അതായിരുന്നു പട്ടിണി. ഓർഫനേജിന്റെ വളപ്പിൽ കുറെ പപ്പായമരം ഉണ്ടായി. എന്നും പപ്പായ ഉപ്പിട്ട് വേവിച്ചു തരും. കഞ്ഞിയിലാണെന്ന് വെച്ചാൽ വറ്റിനേക്കാൾ കൂടുതൽ കല്ലും മണ്ണുവാ. ഇൻസ്പെക്ഷൻ ആള് വരുന്ന ദിവസം കോറത്തുണി കുഴല് പോലെ തുന്നി 2 കൈയും പിടിപ്പിച്ച് ഇടിച്ചു തരും. വരുന്നവര് ചോദിച്ചാ ആഴ്ചയിൽ ഒരു ദിവസം മീൻകറി, പിന്നെ മുട്ടക്കറി, ഇറച്ചിക്കറി, കോഴിക്കറി. കോഴി എന്നൊക്കെ പറയുന്നത് അപ്പുറത്തെ പറമ്പിൽ ജീവനോടെ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞങ്ങള് പൊട്ടന്മാര് പഠിപ്പിച്ചു തന്നൊക്കെ അതുപോലെ പറയുകയും ചെയ്യും. അനാഥ കുട്ടികളല്ലേ, ആര് ചോദിക്കാൻ. ഒരിക്കൽ ഞങ്ങൾ കുട്ടികളെല്ലാം കൂടി ചേർന്ന് പപ്പായ മരത്തിന്റെ ചോട്ടിൽ വെള്ളം തിളപ്പിച്ചൊഴിച്ചു. മരം ഉണങ്ങി പോകാൻ വേണ്ടിയിട്ടാ. തെണ്ടിക്കുട്ടികളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. പപ്പായ മരമൊക്കെ ഉണങ്ങിപ്പോയി. എന്നിട്ടോ അതോടെ ഉപ്പിട്ട് പുഴുങ്ങിയ പപ്പായ കൂട്ടാനില്ലാണ്ടായി. പട്ടിണിയാണെങ്കിൽ പഠിക്കണമെന്നുണ്ടായിരുന്നു. പോലീസായിട്ട് തെണ്ടിക്കുട്ടികളുടെ കഞ്ഞി കട്ടുകുടിക്കുന്നവരെ പിടിക്കാൻ 8-9 ക്ലാസ് വരെ ഒപ്പിച്ചു. പിന്നെ ചൊറി പിടിച്ചു. മേലാകെ ചൊറിയും പുണ്ണും. ഒരിക്കൽ ചെറിയാൻ സാറും ബീരാനിക്കയും കൂടി പരിപ്പോടെയൊക്കെ ആയിട്ട് എന്നെ കാണാൻ വന്നപ്പോ എന്റെ സ്ഥിതി കണ്ട് സഹിക്ക വയ്യാതെ കൂട്ടിക്കൊണ്ടുവന്നു. വിദ്യാഭ്യാസം എന്നുള്ള അഭ്യാസം അതോടെ തീർന്നു. എന്റെ ആരും അല്ലെങ്കിലും ഗൗരിയുടെ അമ്മ എന്നെ ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചു. നല്ലോണം ഒരച്ച് തേച്ച്. അന്നെന്റെ ഗൗരിക്ക് ഒരു 8-10 വയസ്സ് കാണും. ഒരിറച്ചി വെന്ത മണാത്ര അന്ന് എനിക്ക്. അവള് പറയും, അമ്മയില്ലാത്ത കുട്ടിക്കാലം ആർക്കും ഉണ്ടാവരുതമ്മേ. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന് അമ്മയില്ലാതെ കഴിയേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് എല്ലാവരും ഉണ്ടായിട്ടുമുണ്ട്. ഇപ്പൊ എനിക്ക് എല്ലാരും ഉണ്ട്. എല്ലാരും. ഇത് കേസ് മറ്റേത് തന്നെ. എന്താ പരാതി എന്ന് വെച്ചാലേ അവിടെ ഒരു കംപ്ലൈന്റ് ബുക്ക് ഉണ്ട്, എഴുതി വെച്ചിട്ട് പോ. SI സ്ഥലത്തില്ല, വെറുതെ ഡിപ്പാർട്ട്മെന്റിന് പണി ഉണ്ടാക്കി വെക്കരുത്. എക്സ്ക്യൂസ് മീ, താൻ ഇവിടുത്തെ ആളാണോ? ഈ കാക്കി ട്രൗസറും ജീപ്പും കൂടി കണ്ടിട്ടേ എനിക്കെന്താ മുനിസിപ്പാലിറ്റിയിൽ തോട്ടിപ്പണിയാൻ തോന്നുന്നുണ്ടോ നിനക്ക്? ജയരാജ് സ്ഥലത്തില്ലേ? എന്തോ ജയരാജെന്ന് ഗുരുവായൂർ വെച്ച് ചോറ് കൊടുക്കാൻ നേരത്തെ നിന്റെ മടിയിലിട്ട് കൊഞ്ചിച്ച പേരാണല്ലോ. SIനെ കേറി ജയരാജെന്ന് വിളിച്ചാ ആരാണെന്ന് നിനക്കറിയോ? ആരല്ല എനിക്കെന്ത് നീ അറിയണം. ഞാൻ കുഞ്ഞിരാമ മേനോൻ, SI ജയന്റെ അമ്മാവൻ, പത്മിനിയുടെ ജ്യേഷ്ഠൻ. ഇല്ല, ചുരുക്കി പറയുന്നുള്ളൂ. ചുരുക്കി പറയണ്ട. ഇത് ജയരാജ് സാറിന്റെ അമ്മാവൻ, ഇത് ജയരാജ് സാറിന്റെ മുറപ്പെണ്ണ്. ജയരാജ് സാറ് കല്യാണം കഴിക്കാൻ പോണ പെൺകുട്ടി. സാധനങ്ങൾ കാറിൽ വെക്കടാ. വേണ്ട, എന്റെ കാലിൽ പിടിക്കണ്ട. കാല് പിടിക്കാനല്ല, ഭരണി എടുത്തു വെക്കാനാ. ഓ, ശുദ്ധനാ. ഇവന്റെ പേരാ? പേരുത്തമൻ. അപ്പൊ ശുദ്ധൻ എന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, പരീക്ഷിക്കല്ലേ. സോറി. Come on. എടുത്തു വെക്കാൻ